മനുഷ്യ ആർക്കും വാക്ക് കൊടുത്ത കാര്യം നിങ്ങൾ ഈ പറയുന്നേ? പത്മാവതി, എല്ലാം അറിഞ്ഞിരുന്നിട്ടും ഒരുമാതിരി ചൊറിയുന്ന വർത്താനം നീ പറയരുത്. ദീനം വന്ന് മരിക്കാൻ കിടക്കുമ്പോ നിന്റെ മുന്നിൽ വെച്ച എന്റെ പെങ്ങൾക്ക് ഞാൻ വാക്കു കൊടുത്തത്. അന്ന് നീയും പറഞ്ഞു നീലിമ വിന്ധ്യനുള്ളതാണ്. ആ, പറഞ്ഞതൊക്കെ ശരിയാ. മരിക്കാൻ പോകുന്നവരുടെ പലതും ജീവിച്ചിരിക്കുന്നവർ പറയും. അതൊക്കെ പ്രവർത്തിയാക്കണം വെച്ചാലേ കുറച്ച് കഷ്ടമാ. നീലിമയെ കാശുള്ളടത്ത് കെട്ടിച്ചയച്ചാ ചത്തുവരെ നിങ്ങളുടെ പെങ്ങൾ കാണാൻ പോവോ? നീ പറഞ്ഞത് ശരിയായിരിക്കാം, അവള് കാണുന്നില്ലായിരിക്കും. പക്ഷെ എന്റെ മനസാക്ഷി കാണുന്നുണ്ടല്ലോ. ഓ, തുടങ്ങി. എന്തൊരു മനസാക്ഷി! പിന്നെ ഞാൻ കാര്യം പറഞ്ഞേക്കാം, 4 കാശുള്ളടത്ത് എന്റെ മോളെ ഞാൻ കെട്ടിച്ചയക്കത്തുള്ളൂ. ഓ, കാശേ കാശേ കാശ്. ചത്തു കഴിഞ്ഞാലും നീ കാശ് കണ്ട കൈട്ട് അറിയല്ലോടി. ഇങ്ങനെ കാശിനോട് ആർത്തിയുള്ളൊരു പിശാശ്. ഒന്ന് നീ കൂട്ടിക്കോ, എന്റെ മോള് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് വിന്ധ്യനെയായിരിക്കും. ആ, കാണാം കാണാം. എന്താ ഡാഡി കാണാൻ പോകുന്നത്? കണ്ടിട്ട് ഒരു ഉടക്കലൈനുണ്ടല്ലോ. അല്ല മക്കളെ, ഞങ്ങളെ നിന്റെ കല്യാണക്കാരി ആലോചിക്കുകയായിരുന്നു. അതെ മോളെ, നീ ഇങ്ങേരുടെ മകൾ അല്ലാത്ത പോലെ ഇങ്ങേരുടെ സംസാരം. 4 കാശിന് വകയില്ലാത്ത ദാരിദ്ര്യം പിടിച്ച വീട്ടിലേക്ക് നിന്നെ കെട്ടിച്ചയക്കണമെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. നീ സമ്മതിക്കണടി, എന്റെ മോള് സമ്മതിക്കും. എനിക്കറിയാം, എന്റെ വിന്ധ്യനെ എന്റെ മോൾക്ക് ജീവനാണ്. എന്റെ വിവാഹത്തെ കുറിച്ച് ഡാഡിയും മമ്മിയും കുറെ നേരെ സംസാരിക്കുന്നു. എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ എനിക്ക് ഇത്തിരി സമയം തന്നൂടെ? അത് ന്യായം. മോളെ, വിന്ധ്യനോടുള്ള മോളുടെ വിവാഹം ഡാഡി ഉറപ്പിക്കട്ടെ. വേണ്ടെന്ന് പറ മോളെ. അമ്മ നല്ല 1-ാം തരം കാശ് എന്റെ മോക്ക് കൊണ്ട് തരാം. അത് മതി പറ. എന്ത് തീരുമാനിക്കണമെന്ന് എനിക്കൊരാളോട് ചോദിക്കേണ്ടതുണ്ട്. ആരാ മോളെ അത്? മിസ്റ്റർ ശിവപാൽ. ശിവപാൽ? അതാരാ? ഡാഡി, നാളെ നമുക്ക് 3 പേർക്കും കൂടി ഒരിടം വരെ പോണം. അവിടെ വെച്ച് ശിവപാലിനെ ഞാൻ പരിചയപ്പെടുത്താം. ശിവപാൽ. എല്ലാം പറഞ്ഞതുപോലെ തന്നെ നടക്കും. അതിനുള്ള എല്ലാ മൂവ്മെന്റ്സും തുടങ്ങിക്കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞാൽ ഉടനെ. പിന്നെ ബിസിനസിന്റെ കാര്യം. പ്ലീസ് ഗിവ് മീ സം ടൈം. താങ്ക് യു. ഹലോ ശിവൻ. ഹലോ നീലി. മീറ്റ് മൈ ഡാഡി. നമസ്കാരം. നൈസ് മീറ്റ്. സെയിം ടു യു. പ്ലീസ്. താങ്ക് യു. പേരെനിക്കറിയാം, മിസ്റ്റർ രാജപ്പൻ നായർ. അതെ അതെ, രാജപ്പൻ നായർ. സ്റ്റേറ്റ്സിൽ ബിസിനസ്സുകാർക്കിടയിൽ MR നായർ എന്ന സ്ഥാനപ്പരിപാടി ഉണ്ടായിരുന്നു. ഹൈനോ, നീലിമ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ വെച്ച് പരിചയക്കാരാ. മോളെ, ഇത് എന്തൊരു ബംഗ്ലാവാ! ഇത് ഞാൻ എത്ര രൂപ വേണ്ടി വന്നു? നീലിമയുടെ അമ്മയ്ക്ക് വീട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അയ്യോ, ഈ കൊട്ടാരം കണ്ടാൽ ആർക്കാ ഇഷ്ടപ്പെടാത്തെ? എങ്കിൽ മമ്മി എടുത്തോ. വന്ന കാര്യം നിൽക്കാതെ മമ്മി ഇരിക്കും. സുഭദ്രാമേ, വരുന്നു മോനെ. നീലിമ ഇരിക്കുന്നില്ലേ? ഞങ്ങൾ നിന്നോളാം. സുഭദ്രാമേ, സോറി, ഞാൻ മമ്മിയെ പേരാ വിളിക്കാറുള്ളത്. ഞാൻ പറയാറില്ലേ നീലിമയെ കുറിച്ച്. നീലിമയുടെ പേരൻസ് ആയിരുന്നു. നമസ്കാരം. നീലിമയെ കുറിച്ച് പറയുമ്പോ എന്റെ മോന് 4 മുഴം നാവാ. എന്താ നീലിമയുടെ മമ്മി എന്നെ തന്നെ നോക്കുന്നേ? അല്ല, ഈ ഇട്ടിരിക്കുന്നതൊക്കെ എത്ര പവനുണ്ടെന്ന് ഞാനൊന്ന് ആലോചിക്കായിരുന്നു. ഓ, അധികമൊന്നും ഞാൻ ഇടാറില്ല. സുഭദ്രാമേ, ഇവർക്ക് കുടിക്കാനൊന്നും എടുക്കുന്നില്ലേ? മോണോലിസ, യെസ് കമിങ്. അനിയത്തിയായിരിക്കും അല്ലേ? നോ നോ, കിച്ചൺ സൂപ്പർവൈസർ. അയ്യോ മാം, യു വാണ്ട് യുവർ കോഫി? എന്റെ കൊച്ചേ, എന്തായാലും മതി. കൊച്ചിന്റെ വേഷം കണ്ടപ്പോ തന്നെ സന്തോഷമായി. So you want anything? ഒന്നും വേണ്ടേ? ശിവൻ, നമുക്ക് മുകളിലേക്ക് പോവാം. ഇവർ കാപ്പുടിച്ചിരിക്കട്ടെ. സോറി, ഞാൻ അല്പം സംസാരിക്കാനുണ്ട്. മമ്മി. അയ്യോ, ഇത് നിന്റെ വീടല്ലയോ? എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഞങ്ങളോട് ചോദിക്കുന്നേ? അല്ലേ നായരെ? അതെ അതെ, പത്മാവതി പറഞ്ഞതാ അതിന്റെ ഒരു ശരി. വന്നു കയറി അധിക ദിവസം ആയില്ലല്ലോ. അതിനു മുമ്പ് തുടങ്ങിയോ വിവാഹത്തെ കുറിച്ചുള്ള സ്ട്രഗ്ലിംഗ്? യെസ് ശിവൻ, വന്ന ദിവസം മുതൽ പ്രപ്പോസൽ, മാരേജ്, എൻഗേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കേട്ട് മടുത്തു ഞാൻ. ആരോടും പറയാതെ തിരിച്ചു പോയാലെന്ന് വരെ വിചാരിച്ചതാ. ഏയ്, എന്നോട് പോലും പറയാതെ എടുത്തിയാടി പൊക്കളയരുത്. ബൈ ദ ബൈ, നീലിമയുടെ കുട്ടിക്കുരങ്ങൻ എന്ത് പറയുന്നു? ഹീസ് എ നൈസ് മാൻ. സത്യം പറഞ്ഞ ടൈം പാസിന് കിട്ടിയ ഒരു മങ്കി. ഞാൻ ചെല്ലുമെന്നറിഞ്ഞ് എനിക്ക് വേണ്ടി ഊഞ്ഞാലും കെട്ടി കാത്തിരിക്കായിരുന്നു മണ്ടൻ. എന്നിട്ട് ഫ്ലാഷ് ബാക്ക് ഓർമ്മിക്കാൻ വേണ്ടി രണ്ടുപേരോട് ഊഞ്ഞാലാടി തകർത്തിട്ടുണ്ടാവും. ആടി തകർത്തില്ല, ഞാൻ ആ ഊഞ്ഞാൽ അവന്റെ മുന്നിൽ വെച്ച് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. കഷ്ടം, ഷോക്കായിട്ടുണ്ടാവും. നോ, ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്ക എന്നെ കെട്ടാമെന്നും പറഞ്ഞ്. എവിടെ നമ്മുടെ ആൽബം? അതൊന്ന് കാട്ടിട്ട് വേണം ഡാഡിയുടെ മമ്മിയുടെ മനസ്സിന്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ. ആൽബം ഇവിടെ തന്നെ ഉണ്ട്. അത് കണ്ട് നീലിമയുടെ ഡാഡിക്ക് ഷോക്കാവൂന്ന് എന്റെ പേടി.
മമ്മി വീട് കണ്ടേ ബോധം കെട്ടിരിക്കുക. ശിവനായിട്ടുണ്ടാക്കിയതാ ഈ കാണുന്നതൊക്കെ. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എന്തിനാ നീ ഇങ്ങനെ സമ്പാദിക്കുന്നതെന്ന്. പിള്ളേരോട് അങ്ങനെ തടസ്സം പറയരുത് സുഭദ്രാമേ. പണം ഉണ്ടാക്കാനല്ലേ അവൻ ഓടുന്നത്. എത്ര ഉണ്ടാക്കിയാലും പണം അല്ലാതാകുമോ? ഓടട്ടെ, ഇനിയും ഒരുപാട് ഉണ്ടാക്കട്ടെ. അല്ലേ നായരെ? അതെ അതെ, ഈ പണമാണല്ലോ ജീവിതം. ആ, പണം ഉണ്ടാക്കുന്ന അവന് വേണ്ടി മാത്രല്ലല്ലോ, അവനും ഭാര്യയും കുട്ടികളും ഒക്കെ ആയി അന്തസ്സായി ജീവിക്കാലോ. പത്മാവതി പറയുന്നത് ശരിയാ. ശിവന് വിവാഹപ്രായമൊക്കെ ആയി കാണും അല്ലെ സുഭദ്രാമേ? വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ് നടക്കായിരുന്നു. ഇപ്പോഴും എനിക്ക് പിടി തന്നത്. അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ആരായാലും എനിക്ക് സമ്മതമാണ്. ആ, പിന്നെ അതല്ലേ അതിന് ശരി. അല്ലാതെ വാക്കും ചാക്കും എന്നൊക്കെ പറഞ്ഞ് മക്കളെ കുഴിയിലാക്കിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ മമ്മിയുടെ നാക്ക് ഒരു നേരവും വെറുതെ കിടക്കില്ല. സംസാരിച്ചമ്മയുടെ കഴുത്തറുത്ത് കാണും. സുഭദ്രാമയും സംസാരിക്കാൻ ഒട്ടും മോശമല്ല. സമയം ഒരുപാടായി, പോണ്ടേ? പോകാൻ ഡാഡി. അതിനു മുമ്പ് ഡാഡി മമ്മി ഈ ആൽബം ഒന്ന് കാണാം. ഞാനും ശിവനും കൂടി സ്റ്റേജിൽ വെച്ചെടുത്ത കുറെ സ്നാപ്സാ. യെസ് ഡാഡി, ഐ എം ഓൾറെഡി എൻഗേജ്ഡ്. ഞാൻ പറഞ്ഞില്ലേ വിവാഹം കഴിക്കാൻ എനിക്ക് ഒരാളുടെ സമ്മതം വേണമെന്ന്. അത് ഈ ശിവപാല. നീ എന്റെ മോളാ. എനിക്കറിയാം നീ ബുദ്ധിമോശം കാണിക്കില്ലെന്ന്. നീലിമ, you make me a fool. It's very cruel. Sorry, പോകാൻ അല്പം ധൃതിയുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. Come on. Just wait, Daddy. Daddy. Come. ധൃതി ഉണ്ടെങ്കിൽ ഡാഡി പോട്ടെ മോളെ. ശിവൻ നമ്മളെ വീട്ടിൽ കൊണ്ടാക്കി തരും. നമുക്ക് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് പോകാം. No, മമ്മി, അതൊക്കെ പിന്നീടാവാം. വാ ശിവൻ, I will call you. സുഭദ്രാമ വിഷമിക്കണ്ട, എനിക്കിഷ്ടമായി. ഇതൊക്കെ അങ്ങ് നടക്കും. എത്രയും വേഗത്തിൽ ഇവിടെ വിവാഹം നടത്തണം. അതിനു മുമ്പ് ഭാസ്കരൻ ജോത്സ്യനെ കൊണ്ട് മുഹൂർത്തം കുറിപ്പിക്കണം. അതെ, അതാ അതിന്റെ ശരി. മോളെ, നീ ജനിച്ചു വീണ അന്നു മുതൽ ഈ കൈത്തണ്ടയിലും ഈ നെഞ്ചിലെ ചൂടേറ്റുവാ നീ വളർന്നത്. ഒരിക്കൽ പോലും ഞാൻ നിന്നെ താഴെ വെച്ചതായി ഞാൻ ഓർക്കുന്നില്ല. നീ വളർന്ന് വലുതാകും തോറും ഈ ഡാഡി നിനക്കുന്ന സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാക്കിയിട്ടില്ല. നിനക്കറിയോ, അമേരിക്കയിലെ വാണിജ്യ മേഖലയിൽ MR നായർ എന്ന ഈ ഞാൻ വ്യവസായ ശൃംഖലകൾ ഓരോന്ന് നേടിപ്പിടിച്ചപ്പോഴും മനസ്സിൽ കണ്ടത് നിന്റെ ഭാവിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒന്നുപോലും എന്റെ പേരിൽ വാങ്ങാതെ എല്ലാം നിന്റെ പേരിൽ മാത്രം ഞാൻ വാങ്ങിയത്. അപ്പോഴൊക്കെ നിന്റെ കൂടെ ഒരാളെ കൂടി ഞാൻ മനസ്സിൽ കണ്ടിരുന്നു, പാവം എന്റെ വിന്ധ്യനെ. ഇതെല്ലാം സ്വപ്നം കണ്ടിരുന്ന എന്റെ മനസ്സ് കാണാൻ നിനക്ക് കഴിയാതെ പോയല്ലോ മോളെ. എന്തിനാ എല്ലാവരും മുന്നിൽ വെച്ച് നീ എന്നെ ഒരു കോമാളിയാക്കിയത്? അതിന് മാത്രം എന്ത് തെറ്റാ മോളെ നിന്നോട് ഞാൻ ചെയ്തത്? പറ മോളെ, പറ. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ ഡാഡി പറയുന്നത്? വിദേശത്ത് വളർന്ന ആണായാലും പെണ്ണായാലും അവിടുത്തെ നല്ല സംസ്കാരം മാത്രമേ പഠിക്കാവൂ. അതാണ് എന്റെ പ്രമാണം. പക്ഷേ കഴിഞ്ഞ 16 വർഷം അവിടെ വളർന്ന നീ ആത്മാർത്ഥതയുടെ കണിക പോലും ഇല്ലാതെയാണ് ഇന്ന് ഈ നാടകം അരങ്ങേറിയത്. വന്ന് കയറിയപ്പോ മുതൽ കളി ഊഞ്ഞാലെന്നും കളി കൂട്ടുകാരനെന്നും ഒക്കെ വിന്ദനെ കുറിച്ച് പറഞ്ഞ് എന്നെ മോഹിപ്പിക്കാൻ ശ്രമിക്കുന്ന ഡാഡിയോട് ഞാൻ എങ്ങനെയാ പെട്ടെന്ന് ശിവനെ കുറിച്ച് പറയുന്നത്? അതുകൊണ്ടാ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തത്. ഗ്രേറ്റ്, യു ആർ ഗ്രേറ്റ്. പ്രായം കൊണ്ട് എന്നോളം വളർന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് നീ ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്ത് വേണമെങ്കിലും ആയിക്കോളൂ മോളെ. ഡാഡിക്ക് നോക്കി നിൽക്കാനേ കഴിയൂ. പാവ കൊച്ചന്റെ മനസ്സിതറിയുമ്പോ തളർന്നു പോകും. അതിലുപരി എന്റെ പെങ്ങൾക്ക് കൊടുത്ത വാക്കും. തളർന്നു പോകാൻ ഞാൻ ആരെയും മോഹിപ്പിച്ചിട്ടില്ല. വാക്കിന്റെ കാര്യത്തിലാണെങ്കിൽ മരിച്ചുപോയവർക്ക് കൊടുത്ത വാക്കിനേക്കാൾ ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുത്ത വാക്കാ പാലിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. അങ്ങനെയെങ്കിലും ഈ മനുഷ്യ തലയിൽ ഇത്തിരി വെട്ടം വീഴട്ടെ. പത്മാവതി, എന്റെ തലയിൽ വെട്ടം കുറഞ്ഞതിന്റെ കുഴപ്പമാ നീ എന്റെ തലയിൽ വന്ന് കയറിയത്. അതിന്റെ ശാപമാ ഇപ്പൊ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. വെറുതെയല്ലേ ഞാൻ കയറി വന്നത്. എന്റെ ആംഗ്ലമാർ സ്വത്തും പണവും സീതനമായി തന്നിട്ടാ. എന്തിന്? അന്യ നാട്ടിൽ പോയി ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കിയെന്നൊക്കെ പറയാറുണ്ടല്ലോ. അതും എന്റെ കൂടെ പുറത്തുള്ള കാരണം കൊണ്ടാ. അല്ലെങ്കിൽ ലോണം കയറാൻ മൂലം താമസിക്കുന്ന രായപ്പനാർ എങ്ങനെയാ അമേരിക്ക പോകുന്നത്? പത്മാവതി, എന്താ? വേണ്ട. എന്റെ വിവാഹത്തെ ചൊല്ലി ഇവിടെ ആരും ബഹളം വെക്കാൻ പൊട്ടിത്തെറിക്കും ഒന്നും വേണ്ട. എത്രയും വേഗം ഞാൻ സ്റ്റേജിലേക്ക് മടങ്ങി പോവുകയാണ്. ആരുടെയും സഹായമില്ലാതെ അവിടെ വെച്ചാണെങ്കിലും ശിവനോട് ഇത്ര ജീവിതം ഉണ്ടാക്കാൻ എനിക്ക് കഴിയും. മോൾ എങ്ങും പോകണ്ട. നീ ആഗ്രഹിച്ച പോലെ ശിവനുമായി നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തരും. മോള് പോയിക്കോ. മോളെ. അയ്യ പത്മം. പത്മം.